തന്നിരിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഐഡൻറ്റിഫൈ ദ സ്കാലാർ ക്വാണ്ടിറ്റി ഫ്രം ദ ഫോളോയിങ് ആൾട്ടർനേറ്റീവ്സ് അല്ലേ. അതായത് ഇവിടെ നിങ്ങൾക്ക് 4 ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്. മൊമെൻറ്റം, വർക്ക്, ടോർക്ക്, ആക്സലറേഷൻ. ഇതിലേതാണ് സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസിൽ മൊമെൻറ്റം, ടോർക്ക്, ആക്സലറേഷൻ. ഓക്കെ, ഇത് മൂന്നും എന്ത് ക്വാണ്ടിറ്റീസ് ആണ്? ഇത് മൂന്നും വെക്ടേഴ്സ് ആണ് അല്ലേ, ശരിയല്ലേ. പിന്നെ തന്നിരിക്കുന്നത് വർക്കാണ്. വർക്ക് എന്ത് ക്വാണ്ടിറ്റിയാണ്? വർക്ക് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. സോ ഹിയർ ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഈസ് വർക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്കേലാർ ക്വാണ്ടിറ്റീസിൻ്റെയും വെക്ടർ ക്വാണ്ടിറ്റീസിൻ്റെയും എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ മാൻ ത്രോസ് എ സ്റ്റോൺ up into air at an angle theta with the horizontal. Draw the path of the projectile and mark directions of velocity and acceleration at the highest position. Okay, അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു പ്രൊജക്റ്റൈൽ മോഷൻ്റെ പാത്ത് വരക്കാനാണ്. അപ്പം നമുക്കറിയാം ഇതൊരു 2 ഡയമെൻഷണൽ മോഷനാണ്. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഓക്കെ, ഇവിടെ നമ്മളൊരു ബോഡി പ്രൊജക്റ്റ് ചെയ്യുന്നു. എങ്ങനെ? ബൈ മേക്കിംഗ് എൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ. ഇവിടെ യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് മൂവ് ചെയ്യുന്ന പാത്ത് എങ്ങനെയായിരിക്കും? ഈ രീതിയിലുള്ള പാത്താണ്. എങ്ങനെയുള്ള പാത്ത്? ഒരു പരാബോളിക് പാത്താണ്. ഓക്കെ, ദ ട്രാജക്ടറി ഓഫ് പ്രൊജക്റ്റൈൽ മോഷൻ ഈസ് വാട്ട്? ട്രാജക്ടറി ഓഫ് പ്രൊജക്റ്റൈൽ മോഷൻ ഈസ് പരാബോളിക്. ഓക്കെ, ഇത് പഠിച്ചു വെക്കുക, ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോട് എന്താണ്? ഇതിൻ്റെ വെലോസിറ്റി മാർക്ക് ചെയ്യണം അല്ലേ, ഹയസ്റ്റ് പോയിന്റിൽ. അപ്പോൾ ഇതാണ് ഹയസ്റ്റ് പോയിന്റ്. ഈ ഹയസ്റ്റ് പോയിന്റിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണ്? ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഹയസ്റ്റ് പോയിന്റിലുള്ള വെലോസിറ്റി. ഓക്കെ, അടുത്തത് എന്താണ്? ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ എന്ന് പറയുന്നത് ഇവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അത് എങ്ങോട്ടേക്കായിരിക്കും? വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ. സോ ആക്സലറേഷൻ ഈസ് ആക്ച്വലി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, that is in vertical direction. So what is the angle here? The angle is 90 degree. That is velocity vector and acceleration vector are mutually perpendicular here. മനസ്സിലായല്ലോ? ഇവിടെ ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു പ്രൊജക്റ്റൈൽ മോഷനിൽ എപ്പോഴാണ് വെലോസിറ്റിയും ആക്സലറേഷനും പെർപെൻഡിക്കുലർ ആവുന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അറ്റ് മാക്സിമം ഹൈറ്റ് ആണ്. വേറെ ഏതൊരു പോയിന്റ് നിങ്ങൾ എടുത്ത് നോക്കൂ. ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്നു. ഇവിടെയുള്ള വെലോസിറ്റിയുടെ ഡയറക്ഷൻ എലോങ് ദ ടാൻജന്റ് ഇങ്ങോട്ടേക്കായിരിക്കും. ഇവിടെയുള്ള ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. ഓക്കെ, ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ആക്സലറേഷൻ. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾ എത്രയാണ്? തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്. മനസ്സിലായില്ലേ? അതുപോലെ ഈ പോയിന്റിലാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ, ഈ പോയിന്റിലാണെങ്കിൽ വെലോസിറ്റി ഈസ് എലോങ് ദ ടാൻജന്റ് ഇങ്ങോട്ടേക്കാണ്, ആക്സലറേഷൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. ദിസ് ഈസ് ദ ആക്സലറേഷൻ വെക്ടർ. ഇവിടെയുള്ള ആംഗിൾ തീറ്റ എത്രയാണ്? തീറ്റ ഈസ് ലെസ് ദാൻ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ സ്റ്റോൺ. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഞാനിവിടെ വീണ്ടും ഫിഗർ വരയ്ക്കുകയാണ്. ദിസ് ഈസ് എക്സ് ആക്സിസ്, ദിസ് ഈസ് വൈ ആക്സിസ്. ഓക്കെ, ഇവിടെ നമ്മൾ ബോഡി പ്രൊജക്റ്റ് ചെയ്യുന്നു വിത്ത് എൻ ഇനീഷ്യൽ വെലോസിറ്റി യു ആൻഡ് ഇറ്റ് മേക്സ് എൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പാത്ത് ഇങ്ങനെ ഒരു പരാബോളിക് പാത്തായിരിക്കും. ശരിയല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഈ വെലോസിറ്റി വെക്ടറിനെ ഒന്ന് റിസോൾവ് ചെയ്യാം. ഒന്ന് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ യു എക്സ് ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ, വെർട്ടിക്കൽ ഡയറക്ഷനിലെ വെലോസിറ്റി യു വൈ ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ. ഓക്കെ, ഇനി ഇവിടെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ദ മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്. സോ ദിസ് ഈസ് ദ മാക്സിമം ഹൈറ്റ് എച്ച്. ഓക്കെ, അപ്പോൾ ഈ മാക്സിമം ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഞാൻ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? വെർട്ടിക്കൽ മോഷനാണ്. ഓക്കെ, കൺസിഡറിങ് വെർട്ടിക്കൽ മോഷൻ. ഓക്കെ, അപ്പോൾ ഈ വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഏതൊക്കെ ക്വാണ്ടിറ്റീസ് അറിയാം? വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി യു വൈ ഈക്വൽ ടു യു സൈൻ തീറ്റ എന്നറിയാം. And what about the acceleration? Acceleration is the acceleration due to gravity and it is vertically downward direction, so it is minus g. Okay, and what is the vertical final velocity? Vertical direction ഉള്ള final velocity vy equal to 0 ആണ്. അതുകൊണ്ടാണ് അത് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്? താഴോട്ടേക്ക് വീഴുന്നത്. Okay, and you want to find the vertical distance traveled, that is sy, that is equal to h. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
ഓക്കെ, ഇവിടെ നമുക്ക് അറിയുന്ന ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, ആക്സലറേഷൻ അറിയാം, ഫൈനൽ വെലോസിറ്റി അറിയാം, ആൻഡ് യു വാണ്ട് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽ. സോ ഇത് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് ഏതാണ്? വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ശരിയല്ലേ? ഇത് വെർട്ടിക്കൽ ഡയറക്ഷൻ ആയതുകൊണ്ട് യു ഹാവ് ടു റീറൈറ്റ് ദിസ് ഇക്വേഷൻ ലൈക്ക് ദിസ്. ഓക്കെ, ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് 0 ആണ്. ആൻഡ് ഹിയർ യു സൈൻ തീറ്റ ഓൾ സ്ക്വയർ, ദാറ്റ് ഈസ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ay is minus g, so it is minus 2gh. അല്ലേ? ഇതിനെ നമ്മളൊന്ന് മാറ്റി എഴുതി എന്ത് കിട്ടും? You will get the equation as 2gh is equal to u square sin square theta. So the maximum height is u square sin square theta divided by 2g. Okay. അപ്പം പ്രൊജക്റ്റൈൽ മോഷനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഇക്വേഷൻ സാധാരണ ഇതിൽ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. 2016 സെപ്റ്റംബറിൽ ചോദിച്ചത് എന്താണ്? മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഫിഗറിൽ ഇവിടെ 3 ഫോഴ്സുകൾ കാണിച്ചിട്ടുണ്ട്, F1, F2 ആൻഡ് F3. ഓക്കെ, സോ ദ ഫോഴ്സസ് F1 വെക്ടർ, F2 വെക്ടർ ആൻഡ് F3 വെക്ടർ ആർ ടുഗദർ കോൾഡ് ഡാഷ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നത് ഒരു പോയിന്റിലാണ്. ശരിയല്ലേ? അതുകൊണ്ട് ഈ ഫോഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് കൺകറന്റ് ഫോഴ്സസ്. ഓക്കെ, ഇത് വിളിക്കുക കൺകറന്റ് ഫോഴ്സസ്. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാസ് ഓഫ് ദ സ്റ്റോൺ യൂസിങ് ദ പാരലോഗ്രാം ലോ. അപ്പോൾ ഈ സ്റ്റോണിൻ്റെ മാസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ മാസ് നമ്മൾ m ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് mg താഴോട്ടേക്കായിരിക്കും. ശരിയല്ലേ? അണ്ടർ ഇക്വിലിബ്രിയം കണ്ടീഷൻ നമുക്ക് പറയാം, നിങ്ങൾക്ക് ഈ വെയിറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ഈ വെയിറ്റ് എപ്പോഴും മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്നത് ആരാണ്? ഈ സ്ട്രിങ്ങിലുള്ള ടെൻഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ടെൻഷൻ എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും? ഈ F3 എന്ന് പറയുന്ന ഫോഴ്സിന് തുല്യമായിരിക്കും. ഓക്കെ, സോ ഐ ക്യാൻ റൈറ്റ് വാട്ട് F3 is equal to tension and that tension is equal to mg under equilibrium condition. ഓക്കെ, പിന്നീട് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്? F2 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഫോഴ്സ് തന്നെയാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദിസ് ഈസ് ഓൾസോ F2. ഈ F2 ആണ് ഇതിൻ്റെ വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ വെയിറ്റ് എത്രയാണ്? ഇതിൻ്റെ മാസ് നിങ്ങൾ m1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് വാട്ട് m1g ആണ്. ഓക്കെ, സോ ദിസ് ഈസ് m1g, ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് F2. അതുപോലെ ഇവിടെയുള്ള ഫോഴ്സ് ഏതാണ്? F1 ആണ് അല്ലേ? ഈ F1 എന്ന് പറയുന്ന ഫോഴ്സ് തന്നെ ഇവിടെയും ആക്ട് ചെയ്യും. ഈ ഫോഴ്സാണ് ഇതിൻ്റെ വെയിറ്റിന് എന്ത് ചെയ്യുന്നത്? ബാലൻസ് ചെയ്യുന്നത്. ഇതിൻ്റെ മാസ് നിങ്ങൾ m2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് വാട്ട് m2g ആണ്. ഓക്കെ, ഇനി നമുക്ക് F3 അറിഞ്ഞാൽ മാത്രമേ, അപ്പോൾ ഈ വെയിറ്റ്, അപ്പോൾ നമുക്ക് മാസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തറിയണം? F3 അറിയണം അല്ലേ? അപ്പോൾ F3 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? F3 കണ്ടുപിടിക്കാനുള്ള ഐഡിയ എന്താണെന്ന് ചോദിച്ചാൽ, ഈ F1ഉം F2ഉം ഈ ഒരു പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സിൻ്റെ റിസൾട്ടൻറ്റ് ഓക്കെ ഈ പോയിന്റ് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ F3ക്ക് ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ F3 ഡൗൺവേർഡ് ഡയറക്ഷനിലായതുകൊണ്ട് ഈ രണ്ടിൻ്റെയും റിസൾട്ടൻറ്റ് ദാറ്റ് ഈസ് F എന്ന് പറയുന്നത് F3ക്ക് ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കണം. സോ അഗെയിൻ ഫോർ ഇക്വിലിബ്രിയം ഐ ക്യാൻ റൈറ്റ് F3 ഈസ് ഈക്വൽ ടു F. അവിടെ F എന്ന് പറയുന്നത് F1ൻ്റെയും F2ൻ്റെയും റിസൾട്ടൻ്റ് ആണ്. സോ ദ റിസൾട്ടൻ്റ് ഫോഴ്സ് ഈസ് ഗിവൺ ബൈ റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ പ്ലസ് 2F1 F2 കോസ് തീറ്റ. ഓക്കെ, ഇവിടെ തീറ്റ എന്ന് പറയുന്നത് F1ൻ്റെ F2ൻ്റെ ഇടയിലുള്ള ആംഗിൾ ആണ്. അത് എത്രയാണ്? 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോസ് 90 0 ആയതുകൊണ്ട് റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ എന്ന് എടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F3യുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? mg എന്ന് കൊടുക്കാം. ഓക്കെ, റൂട്ട് ഓഫ് F1 എന്ന് പറയുമ്പോൾ ഏതാണ്? m2g, ദാറ്റ് ഈസ് 150 അല്ലേ? സോ 150 ഇൻറ്റു ജി, അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 150 സ്ക്വയർ ഇൻറ്റു ജി സ്ക്വയർ പ്ലസ് F2 എന്ന് പറയുന്നത് m1 ഇൻറ്റു ജി, m1 എത്രയാണ്? 100 ആണ്. സോ 100 സ്ക്വയർ ഇൻറ്റു ജി സ്ക്വയർ. ശരിയല്ലേ? ഇതിൽ ജി സ്ക്വയർ കോമൺ ആയതുകൊണ്ട് അത് പുറത്തേക്ക് എടുക്കാം. സോ യു ക്യാൻ റൈറ്റ് mg ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു റൂട്ട് ഓഫ് 150 സ്ക്വയർ. 150 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225,000. ഓക്കെ, പ്ലസ് 100 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10,000. സോ ജി ക്യാൻസൽഡ്. സോ m ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എത്ര വരും? 32,500 എന്ന് വരും. ഓക്കെ, ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ, അത് ഏകദേശം നിങ്ങൾക്ക് കിട്ടുന്നത്
180 gram എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് 180 grams. ഓക്കെ, ഈ ജി എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലെ ഗ്രാം ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ 180 gram ആണ് ഇതിൻ്റെ ആൻസർ. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വെൻ എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് ഇൻ ടു എയർ വിത്ത് സെർട്ടൈൻ ഇനീഷ്യൽ വെലോസിറ്റി മേക്കിംഗ് എൻ ആംഗിൾ വിത്ത് ദ ഹൊറിസോണ്ടൽ, ഇറ്റ് വിൽ ട്രാവൽ ഇൻ എ പരാബോളിക് പാത്ത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി? ഈ ക്വസ്റ്റ്യൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ബോഡിയെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നു ബൈ മേക്കിംഗ് എൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ. അപ്പം നമ്മളിത് ഹൊറിസോണ്ടൽ ഡയറക്ഷനായിട്ട് എടുക്കാം. ഓക്കെ, ഇത് എക്സ് ഡയറക്ഷൻ, അപ്പോൾ നമുക്ക് ഇത് വൈ ഡയറക്ഷനായിട്ട് എടുക്കാം. ഓക്കെ, ഇവിടെ ഒരു ബോഡി നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നു ബൈ മേക്കിംഗ് എൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഗിവൺ ആസ് യു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം ഇതാണ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, യു എക്സ് ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ ആൻഡ് ദിസ് ഈസ് ദ വെർട്ടിക്കൽ കമ്പോണൻറ്റ് യു വൈ ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ. മനസ്സിലായല്ലോ? ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ് ആൻഡ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഓക്കെ, മാക്സിമം ഹൈറ്റിൻ്റെയും ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെയും ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്കതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇത് ഡിറൈവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഫിഗർ വരക്കുന്നു. ദിസ് ഈസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഈസ് വൈ ആക്സിസ് ആൻഡ് ഹിയർ വി ആർ പ്രൊജക്റ്റിംഗ് എ ബോഡി with an initial velocity u and it makes an angle theta with the horizontal. നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ഈ ബോഡി മൂവ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പരാബോളിക് പാത്തിലായിരിക്കും. ശരിയല്ലേ? ഓക്കെ, നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാക്സിമം ഹൈറ്റ്. അപ്പം നമുക്കിത് എച്ച് ആയിട്ട് എടുക്കാം. ഓക്കെ, നമുക്കറിയാം മാക്സിമം ഹൈറ്റിൽ അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി എത്രയാണ്? 0 ആണ്. വി വൈ 0 ആണ് അല്ലേ? ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി നമുക്കറിയാം, ഒന്ന് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് യു എക്സ് ഈക്വൽ ടു യു കോസ് തീറ്റയാണ്, രണ്ടാമത്തെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് യു വൈ ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റയാണ്. ശരിയല്ലേ? ഓക്കെ, ഇവിടെ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാൻ വി ആർ കൺസിഡറിങ് ദ വെർട്ടിക്കൽ മോഷൻ. ഓക്കെ, സോ കൺസിഡറിങ് ദ വെർട്ടിക്കൽ മോഷൻ. ഓക്കെ, ഇപ്പോൾ വെർട്ടിക്കൽ മോഷനിൽ നമുക്ക് എന്തൊക്കെ ക്വാണ്ടിറ്റീസ് അറിയാം? ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, യു വൈ ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റയാണ്. ആക്സലറേഷൻ അറിയാം, ആക്സലറേഷൻ ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, പക്ഷേ അത് വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിലായതുകൊണ്ട് മൈനസ് ജി. അതുപോലെ ഫൈനൽ വെലോസിറ്റി അറിയാം, ഫൈനൽ വെലോസിറ്റി എത്രയാണ്? യു വൈ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി ആണ് വി വൈ ഈക്വൽ ടു 0 ആൻഡ് മാക്സിമം ഹൈറ്റ് വി ആർ ഡിനോട്ടിംഗ് ഇറ്റ് ആസ് എച്ച്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് അറിയുന്ന ക്വാണ്ടിറ്റീസ് യു വൈ അറിയാം, എ വൈ അറിയാം, വി വൈ അറിയാം. അതുപോലെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എസ് വൈ ആണ്. അപ്പോൾ നമ്മൾ പിടിക്കേണ്ടത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. പക്ഷെ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ ഏതാണ്? ഈ ടേംസ് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഓക്കെ, ഇത് വെർട്ടിക്കൽ ഡയറക്ഷനിലായതുകൊണ്ട് നമുക്ക് ഇക്വേഷന് ഇങ്ങനെ മാറ്റി എഴുതാം. ഓക്കെ, വൈ ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് 0 ആയി. യു വൈ എന്ന് പറയുന്നത് യു സൈൻ തീറ്റയാണ്, അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ആക്സലറേഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് -2g എസ് വൈ എച്ച് ആയിട്ട് എടുക്കാം. ഇത് റീറൈറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 2gh. ഓക്കെ, സോ ദ മാക്സിമം ഹൈറ്റ് എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g. ഇതാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് അല്ലേ? ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനും നമ്മൾ എന്ത് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്? വി ആർ കൺസിഡറിങ് ദ വെർട്ടിക്കൽ മോഷൻ. ഓക്കെ, ഇപ്പോൾ ഇവിടെ വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയുന്ന ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് എഴുതാം. ഒന്നാമത്തെ ക്വാണ്ടിറ്റി ഇനീഷ്യൽ വെലോസിറ്റി യു വൈ ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ. ആക്സലറേഷൻ എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡൗൺവേർഡ് ഡയറക്ഷൻ ആയതുകൊണ്ട് -g. ഓക്കെ, പിന്നെ നമുക്കറിയുന്നത് എന്താണ്? ഇത് മൂവ് ചെയ്യുന്നു. ടൈം ഓഫ് ഫ്ലൈറ്റാണ് കണ്ടുപിടിക്കുന്നത്. ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് മോഷനാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ? കംപ്ലീറ്റ് മോഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് വെർട്ടിക്കൽ ഡിറക്ഷൻ? ദറ്റ് ഈസ് 0. ശരിയല്ലേ? കാരണം ബോഡി ഇവിടുന്ന് തുടങ്ങി ഇവിടെ എത്തുന്നു. അപ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ സഞ്ചരിച്ച ദൂരം എത്രയാണ്? 0 ആണ്. അതുകൊണ്ട് എസ് വൈ എന്താണ്? 0 ആണ്. വാട്ട് ഈസ് ദ ടൈം ഹിയർ? ടൈം ഈസ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റ് ബൈ ക്യാപിറ്റൽ T. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
ഓക്കെ, അപ്പോൾ ഇവിടെ അറിയാവുന്ന ക്വാണ്ടിറ്റീസ് യു വൈ, എ വൈ, എസ് വൈ ആൻഡ് ടി. അപ്പോൾ ഇത് നാലും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. സോ യു ക്യാൻ യൂസ് ദി ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. പക്ഷെ ഇവിടെയുള്ള കേസിൽ അത് വെർട്ടിക്കൽ ഡയറക്ഷൻ ആയതുകൊണ്ട് ഇതിനെ നമുക്കിങ്ങനെ റീറൈറ്റ് ചെയ്യാം. ഓക്കെ, ടൈം ടി തന്നെയാണ്, കാരണം ടൈം എന്ന് പറയുന്നതിന് വെർട്ടിക്കൽ ഡയറക്ഷൻ ആണെങ്കിലും ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആണെങ്കിലും ഇറ്റ് റിമെയിൻസ് ദ സെയിം. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള കേസിൽ നമുക്ക് എസ് വൈൻ്റെ സ്ഥാനത്ത് 0 എടുക്കാം. യു വൈ യു സൈൻ തീറ്റ, ടി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി. ഇവിടെ ആക്സലറേഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ് ഹാഫ് ജി ക്യാപിറ്റൽ ടി സ്ക്വയർ എന്ന് വരും. ഇതിനെ മാറ്റി എഴുതിയാൽ കിട്ടുന്നത് ഹാഫ് ജി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ക്യാപിറ്റൽ ടി. ഓക്കെ, ഇവിടെയുള്ള ഒരു ടി ക്യാൻസൽ ചെയ്യാം, ഇവിടെയുള്ള ഒരു ടി ക്യാൻസൽ ചെയ്യാം. ഓക്കെ, then you will get the time of flight t is equal to 2u sin theta divided by g. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? A ball is dropped from the window of a train traveling with high velocity to a man standing near the track. The ball is. അപ്പോൾ ബോള് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്താണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ്? falls down vertically, move straight horizontally, follow an elliptical path, follow a parabolic path. ഓക്കെ, ഇതിൽ ഏതാണ് ആൻസർ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ട്രെയിൻ മൂവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ട്രെയിന് മൂവ് ചെയ്യുന്നു, ഇപ്പോൾ ട്രെയിന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ട്രെയിനിൽ നിന്ന് ഒരു ബോഡി എന്ത് ചെയ്യുന്നു? ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ ട്രെയിനിൻ്റെ വെലോസിറ്റി വി ആണെന്ന് വിചാരിക്കൂ. ട്രെയിൻ മൂവ് ചെയ്യുന്ന വെലോസിറ്റി വി ആണ്. ഇവിടുന്ന് ഒരു ബോൾ എന്ത് ചെയ്യുന്നു? ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഡ്രോപ്പ് ചെയ്യുന്നത് ട്രെയിനിൽ നിന്നാണ്. ട്രെയിനിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നതുകൊണ്ട് ഈ ബോളിന് എന്തുണ്ടാവും? വെലോസിറ്റി ഉണ്ടാവും. ആരുടെ വെലോസിറ്റി? ട്രെയിനിൻ്റെ അതേ വെലോസിറ്റി എങ്ങോട്ടേക്ക്? ട്രെയിൻ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എത്ര തന്നെയായിരിക്കും? വി തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ട്രെയിനിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ഇതിനെന്തുണ്ട്? ഈ ബോളിന് ഒരു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതെന്തിന് തുല്യമാണ്? ഹൊറിസോണ്ടൽ വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അങ്ങനെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ, അങ്ങനെ ഹൊറിസോണ്ടൽ വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അതിൻ്റെ മോഷൻ എന്താണ്? ഹൊറിസോണ്ടൽ പ്രൊജക്റ്റൈൽ മോഷന് തുല്യമാണ്. സോ ദിസ് ക്വസ്റ്റ്യൻ ഈസ് റിലേറ്റഡ് വിത്ത് എന്താണ്? ഹൊറിസോണ്ടൽ പ്രൊജക്റ്റൈൽ മോഷൻ. ഓക്കെ, ഹൊറിസോണ്ടൽ പ്രൊജക്റ്റൈൽ മോഷൻ്റെ കേസിൽ നമുക്കറിയാം അതിൻ്റെ പാത്ത് എന്താണ്? അതിൻ്റെ പാത്ത് പാരാബോളിക് പാത്താണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ട്രെയിനിൻ്റെ ഹൈറ്റ് ഇത്രയാണെന്ന് വിചാരിക്കൂ. ഇത് ഗ്രൗണ്ട് ആണ്, ഇത് ട്രെയിനിൻ്റെ ഹൈറ്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടുന്ന് ഈ ഹൈറ്റിൽ നിന്നാണ് അത് ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം അത് ഇങ്ങനെയാണ് മൂവ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പാത്ത് എന്തായിരിക്കും? ഒരു പരാബോളിക് പാത്തായിരിക്കും. അപ്പോൾ ഫോർ ദ മാൻ സ്റ്റാൻഡിങ് നിയർ ദ ട്രാക്ക്, ഓക്കെ, ദ പാത്ത് ഓഫ് ദ ബോൾ ഈസ് എന്താണ്? പരാബോളിക് ആയിരിക്കും. ദ ബോൾ ഫോളോസ് വാട്ട്? എ പരാബോളിക് പാത്ത്. സോ ദ ആൻസർ ഈസ് ദിസ് വൺ. ഓക്കെ, മനസ്സിലായല്ലോ? നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് ഇൻ ടു എയർ അറ്റ് എൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ. ഓക്കെ, അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനുമായിട്ട് തീറ്റ ആംഗിൾ ഉണ്ടായിക്കൊണ്ട് ഒരു വസ്തുവിനെ പ്രൊജക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ട്രാജക്ടറി ഫോളോഡ് ബൈ ദിസ് പ്രൊജക്ടൈൽ. വി ഓൾറെഡി സ്റ്റഡീഡ് ഇൻ ദ കേസ് ഓഫ് പ്രൊജക്ടൈൽ മോഷൻ ദ ട്രാജക്ടറി ഈസ് പരാബോളിക്. ഇവിടെയുള്ള ആൻസർ എന്താണ്? പരാബോളിക് പാത്തായിരിക്കും. ദ ആൻസർ ഈസ് പരാബോള. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഗീവ് മാത്തമാറ്റിക്കൽ പ്രൂഫ് ഓഫ് യുവർ ആൻസർ. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം? മാത്തമാറ്റിക്കൽ നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുക? അപ്പോൾ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു പ്രൊജക്ടൈൽ മോഷൻ്റെ ഫിഗർ വരക്കുന്നു. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇവിടെ നമ്മളൊരു വസ്തുവിനെ തീറ്റ ആംഗിൾ എന്ത് ചെയ്യുന്നു? പ്രൊജക്റ്റ് ചെയ്യുന്നു വിത്ത് എൻ ഇനീഷ്യൽ വെലോസിറ്റി യു ആൻഡ് ദിസ് ഈസ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇത് ഫോളോ ചെയ്യുന്ന പാത്താണിത് ആൻഡ് ദിസ് പാത്ത് ഈസ് കോൾഡ് പരാബോളിക് പാത്ത്. ഈ പാത്തിൻ്റെ ഇക്വേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ പാത്തിൻ്റെ ഇക്വേഷൻ പരാബോളിക് പാത്തിൻ്റെ ഇക്വേഷനാണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്കറിയാം ഈ വസ്തുവിൻ്റെ വെലോസിറ്റിയെ നമുക്ക് രണ്ട് കമ്പോണൻ്റായിട്ട് റിസോൾവ് ചെയ്യാം. വൺ ഈസ് യു എക്സ്, യു എക്സ് ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ ആൻഡ് ദിസ് ഈസ് കോൾഡ് ഹൊറിസോണ്ടൽ വെലോസിറ്റി ആൻഡ് ദിസ് ഈസ് യു വൈ ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ, ദറ്റ് ഈസ് വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി. ഓക്കെ, ഇനി ഞാൻ വിചാരിക്കുന്നു അറ്റ് എ പെർട്ടിക്കുലർ ടൈം ദ ബോഡി ഈസ് റീച്ച്ഡ് അറ്റ് ദിസ് പോയിന്റ്. ഓക്കെ, ആൻഡ് ദാറ്റ് പോയിന്റ് ഈസ് പി. അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റിൽ ഇതെത്തി. അവിടെയുള്ള കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? എക്സും വൈയും ആണ്. ആൻഡ് ദ ടൈം ടേക്കൺ ഈസ് ടി. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം പ്രൊജക്ടൈൽ മോഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മോഷൻ. അതുകൊണ്ട് ഇത് പ്രൂവ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം
ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള മോഷൻ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സോ കൺസിഡറിങ് മോഷൻ അലോങ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, മോഷൻ അലോങ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഓക്കെ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ മോഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ അറിയാം? ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, യു എക്സ് ഈക്വൽ ടു യു കോസ് തീറ്റ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹൊറിസോണ്ടൽ മോഷൻ യൂണിഫോം മോഷൻ ആയതുകൊണ്ട് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ആക്സലറേഷൻ 0 ആണ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, ദാറ്റ് ഈസ് എക്സ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ ടൈം ടേക്കൺ, അത് നമുക്കറിയില്ല, അത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് യു എക്സ് അറിയാം, എ എക്സ് അറിയാം, എസ് എക്സ് അറിയാം, ടി കണ്ടുപിടിക്കണം. സോ വി ക്യാൻ യൂസ് ദ ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇവിടെ എക്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആയതുകൊണ്ട് ഇത് നമുക്കൊന്ന് മോഡിഫൈ ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇവിടെ എസ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്, എക്സ് ആണ്. യു എക്സ് എന്ന് പറയുന്നത് യൂസ് കോസ് തീറ്റയാണ് ഇൻറ്റു ടൈം ടി. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്, എക്സ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടി. ഇതിനെ ഒന്ന് മാറ്റി എഴുതിയാൽ യു വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ഫോർ ടൈം, ടി ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ യു കോസ് തീറ്റ. ഇതാണ് നമ്മുടെ ടൈമിൻ്റെ ഇക്വേഷൻ. നെക്സ്റ്റ് വി ഹാവ് ടു കൺസിഡർ ദ മോഷൻ അലോങ് vertical direction. Okay, so I am writing considering the motion along vertical direction, along vertical direction. Okay, vertical direction എന്തൊക്കെ അറിയാം? vertical direction ഇനീഷ്യൽ വെലോസിറ്റി uy is equal to u sin theta എന്നറിയാം. ആക്സലറേഷൻ എന്ന് പറയുന്നത് -g ആണെന്നറിയാം. Okay, and the displacement along y direction is what, y, and the time is common for both directions, so we can write t is equal to x by u cos theta. Okay, so you write down the equation for displacement. So the equation for displacement is s is equal to ut plus half a t square. ഇത് y ഡയറക്ഷനിലുള്ള മോഷൻ ആയതുകൊണ്ട് യു ക്യാൻ റീറൈറ്റ് ദ ഇക്വേഷൻ ലൈക്ക് ദിസ്. ഓക്കെ, ടി എന്ന് പറയുന്നത് ടൈം ആണ്, ഇറ്റ് ഈസ് കോമൺ ഫോർ ബോത്ത് ദ ഡിറക്ഷൻ. സോ here sy is y, uy is u sin theta, and t is x divided by u cos theta plus half ay എന്ന് പറയുമ്പോൾ ഇവിടെ ആക്സലറേഷൻ -g ആയതുകൊണ്ട് -g/2 ഇൻറ്റു t square. t square means x by u cos theta all square അല്ലേ. സോ ദാറ്റ് ഈസ് x square divided by u square cos square theta. ശരിയല്ലേ? ഇവിടെയുള്ള കേസിൽ യു ക്യാൻസൽ ചെയ്തു. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈസ് ടാൻ തീറ്റ, സോ ഇറ്റ് ഈസ് എക്സ് ടാൻ തീറ്റ മൈനസ് ജി ഡിവൈഡഡ് ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു എന്ത് വരും, എക്സ് സ്ക്വയർ. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് ദിസ് ഈസ് സിമിലർ ടു വാട്ട്, ദ ഇക്വേഷൻ ഓഫ് പരാബോള ലൈക്ക് ദിസ്, പി ഇൻറ്റു എക്സ് മൈനസ് ക്യൂ ഇൻറ്റു എക്സ് സ്ക്വയർ. ഓക്കെ, ഈ ഒരു ഫോമിലാണ് ഇക്വേഷൻ ഉള്ളത്, ശരിയല്ലേ? ആൻഡ് ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് പരാബോള. സോ വി ക്യാൻ സേ ദിസ് ഈസ് ദ പ്രൂഫ് ഓഫ് ദ ട്രാജക്ടറി ഫോളോഡ് ബൈ ദ പ്രൊജക്ടൈൽ മോഷൻ ഈസ് പരാബോളിക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ട്രാജക്ടറി ഓഫ് എ ബോഡി ഇൻ എ പ്രൊജക്ടൈൽ മോഷൻ ഈസ് ഗിവൺ ബൈ y ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 80. എക്സ് ആൻഡ് y ആർ ഇൻ meters. Find the maximum height of this projectile motion. അപ്പോൾ നമുക്ക് പ്രൊജക്ടൈൽ മോഷൻ്റെ പാത്തിൻ്റെ ഇക്വേഷൻ ഉണ്ട്, y ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 80 ആണ്. കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ഹൈറ്റ് ആണ്. മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g എന്നാണ്. ഓക്കെ, നമുക്ക് ട്രാജക്ടറിയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ ഓൾറെഡി ട്രാജക്ടറിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻ എന്തായിരുന്നു? y ഈസ് ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ മൈനസ് ജി ഡിവൈഡ് ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു എക്സ് സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, നമ്മൾ ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ പരസ്പരം കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ടാൻ തീറ്റയാണ്. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. സോ തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. അപ്പോൾ നമുക്ക് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ കിട്ടി, ശരിയല്ലേ? ഓക്കെ, ഇനി രണ്ടാമത്തെ ടേം കമ്പയർ ചെയ്താലോ. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ 1/80 ആണ്,
ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് ജി ഡിവൈഡഡ് ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയാണ് അല്ലേ. അപ്പം നമുക്ക് എന്തെഴുതാം? 1/80 ഈസ് ഈക്വൽ ടു ജി ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്ന് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്നത് 1/80 ഈസ് ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ 45 ഡിഗ്രിയാണ്. ദെൻ കോസ് 45 ഈസ് 1/√2, കോസ് സ്ക്വയർ 45 ഈസ് 1/2. അപ്പോൾ നമുക്ക് ഇൻറ്റു 1/2 എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പോൾ 2ഉം 2 എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. സോ വി ഗെറ്റ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 80. ഓക്കെ, സോ 80g എന്ന് എഴുതാം. ദറ്റ് ഈസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 800. അപ്പോൾ നമുക്ക് യു സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടി, തീറ്റയുടെ വാല്യൂ കിട്ടി. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ h ഈസ് ഈക്വൽ ടു 800 ഇൻറ്റു സൈൻ 45 1/√2. സോ സൈൻ സ്ക്വയർ 45 1/2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? സോൾവ് ചെയ്താൽ 20 മീറ്റർ എന്ന് കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ട്രാജക്ടറി ഓഫ് പ്രൊജക്ടൈൽ മോഷൻ നല്ലപോലെ പഠിച്ച് വെക്കുക. ഇത് വെച്ച് സാധാരണ ഇതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പം പ്രൊജക്ടൈൽ മോഷനുമായി ബന്ധപ്പെട്ട് കുറേയധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 4 മാർക്കോളം വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലേ. എന്തെല്ലാം ഡെറിവേഷൻ? 1 ട്രാജക്ടറി ഓഫ് പ്രൊജക്ടൈൽ മോഷൻ, 2 ടൈം ഓഫ് ഫ്ലൈറ്റ്, 3 മാക്സിമം ഹൈറ്റ്, പിന്നെ ഹൊറിസോണ്ടൽ റേഞ്ച്, ഇങ്ങനെ കുറേയധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അത് നല്ലപോലെ പഠിച്ചു വെക്കുക. ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്